പെരിങ്ങാട് പുഴയോരം റിസർവ് വനമാക്കുന്നതിനെതിരെ തീരദേശ സംരക്ഷണ സമിതിയുടെ കുടുംബയോഗങ്ങൾ തുടങ്ങി. ജനകീയ ആവശ്യത്തോട് മുഖം തിരിക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ സമരം ശക്തമാക്കും. പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കാനുള്ള വിജ്ഞാപനം പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്നാണ് സംരക്ഷണ സമിതിയുടെ ആവശ്യം. തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളും സാമുദായിക സംഘടനകളും നവകേരള സദസ്സിൽ പരാതി കൊടുത്തിരുന്നു. എന്നാൽ ഇത്രയധികം പരാതികൾ ലഭിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല നടപടി ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് തീരദേശ സംരക്ഷണ സമിതി കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. സമരങ്ങൾ ആരംഭിച്ച് 3 വർഷമായിട്ടും MLA-യും പാവറട്ടി പഞ്ചായത്തും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഇടപെട്ടില്ലെന്നും ആരോപിച്ചു. വെൺമേനാട് മണേക്കോട്ട് കാവ് ക്ഷേത്ര ഹാളിൽ സംഘടിപ്പിച്ച യോഗം തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനല്ലൂർ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണ സമിതി വെൺമേനാട് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ നാസർ കരീം, വിജയാകരൻ, ജിത്ത്, അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. ഒരു നിയമം വന്നിട്ടുണ്ട്, ഒരു കരട് പ്രഖ്യാപനം നമ്മളെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു സമരം ചെയ്ത വിട്ടുപോവുക, അങ്ങനെ ഒരു നിയമമാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ നിയമം, ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി, ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങിക്കൊണ്ട് ഈ നിയമത്തിനെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം. ഇതിൽ രാഷ്ട്രീയമല്ല, ജാതിയില്ല, മതമല്ല, അതിൽ എല്ലാവരും വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ പെട്ടുള്ള ആൾക്കാരാണ്. ഇവരെല്ലാം ഇറങ്ങിയിട്ടുള്ളത് മാനുഷിക പരിഗണന മാത്രം വെച്ചാണ്.